മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ ലിസ്റ്റിലില്ല. ഇന്ന് പ്രസിദ്ധീകരിച്ച വോട്ടർ ലിസ്റ്റിലാണ് പേരില്ലാത്തത്. നഗരസഭയിൽ ഒരിടത്തും വൈഷ്ണയ്ക്ക് വോട്ടില്ല. സുലേഖ ശശികുമാർ ചേരുന്നുണ്ട്. സുലേഖ, മേൽവിലാസവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചില പരാതികളൊക്കെ ഉണ്ടായിരുന്നു. ആ പരാതി കൃത്യമായി തന്നെ CPIM ഉന്നയിക്കാനിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തെ ഇത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ സുലേഖ? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വൈഷ്ണ സുരേഷിനെതിരെ ഇത്തരത്തിൽ മുട്ടട വാർഡിൽ മത്സരിക്കുന്ന വൈഷ്ണ സുരേഷിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നത്. ഈ അഡ്രസ്സ് മാറ്റം ആണ് എന്നുള്ളത് തന്നെയാണ്. ഈ വോട്ടർ ലിസ്റ്റിൽ ചേർക്കുന്ന സമയത്ത് അഡ്രസ്സ് മാറ്റം എന്ന് പറയുന്നു. പിന്നാലെ ഇന്നിപ്പോൾ പുതിയ വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് വോട്ടർ ലിസ്റ്റിൽ വൈഷ്ണ സുരേഷിൻ്റെ പേരില്ലാത്തൊരു സാഹചര്യം കൂടി വരുന്നു. നഗരസഭയിൽ ഒരിടത്തും വൈഷ്ണ സുരേഷിൻ്റെ പേര് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ മത്സര രംഗത്ത് നിൽക്കാൻ വൈഷ്ണ സുരേഷിന് കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് വൈഷ്ണ സുരേഷ് നൽകുന്ന ഒരു കാര്യം എന്നത് ഉദ്യോഗസ്ഥരുടെ പിഴവാണ് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ TC നമ്പറൊക്കെ തന്നെയും നേരത്തെ ഉണ്ടായിരുന്ന TC നമ്പർ അത് എല്ലാ രേഖകളിലും തൻ്റെ TC അഡ്രസ്സ് അത് 3/564 പക്ഷേ പുതിയ TC നമ്പർ അത് 18/2365. ഇത് ഇത്തരത്തിൽ മാറിയത് എങ്ങനെയാണെന്ന് തനിക്കറിയില്ല. അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് എന്നതാണ് UDF സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നുള്ളൊരു കാര്യം കൂടി വൈഷ്ണ സുരേഷ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിൽ അഡ്രസ്സ് മാറ്റം ആണ്. അതിനെ തുടർന്ന് ഇപ്പോൾ വോട്ടർ ലിസ്റ്റിൽ വൈഷ്ണ സുരേഷിന്റെ പേര് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്. നഗരസഭയിൽ ഒരിടത്തും ഇത്തരത്തിൽ വൈഷ്ണ സുരേഷിന് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. വോട്ടർ ലിസ്റ്റിൽ പേരില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥിത്വം അത് അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. മുട്ടട വാർഡിലാണ് UDFന്റെ സ്ഥാനാർത്ഥിയായി വൈഷ്ണ സുരേഷിനെ KSUവിന്റെ വിദ്യാർത്ഥി നേതാവായിട്ടുള്ള വൈഷ്ണ സുരേഷിനെ UDF പ്രഖ്യാപിച്ചത്. ഇത്തരത്തിൽ ഈ വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിത്വം അത് അനിശ്ചിതത്വത്തിലാകും എന്നുള്ള കാര്യം തന്നെയാണ്. ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നാണ് വൈഷ്ണ സുരേഷ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തായാലും നിലവിലിപ്പോൾ ഇന്ന് അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഈ പ്രസിദ്ധീകരിച്ച വോട്ടർ ലിസ്റ്റിൽ നിന്നാണ് വൈഷ്ണ സുരേഷിൻ്റെ പേര് വെട്ടിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇനി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അത് പാർട്ടി തീരുമാനിക്കുമെന്നുള്ള കാര്യമാണ് വൈഷ്ണ സുരേഷ് പറഞ്ഞു വെക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നഗരസഭയിൽ ഒരിടത്തും വൈഷ്ണ സുരേഷിന് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. വോട്ടർ ലിസ്റ്റിൽ പേരില്ല. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയാകണമെങ്കിൽ മത്സരിക്കണമെങ്കിൽ ഈ നഗരസഭയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വാർഡിൽ വോട്ട് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. ഏതായാലും മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ ഒരിടത്തും വൈഷ്ണ സുരേഷിന്റെ പേരില്ല. മേൽവിലാസവുമായി ബന്ധപ്പെട്ട തെറ്റായ മേൽവിലാസം നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് സംബന്ധിച്ച പരാതി CPIM ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വൈഷ്ണ സുരേഷിന്റെ പേരില്ലാത്തത്.